ഹലോ, എവിടേക്കാണ്? സാർ, ഇത് മുതലാളി ജീപ്പാണ്. ഏത് മുതലാളി? ഈ ഭൂലോകത്തിന്റെ മുതലാളിയൊന്നും അല്ലല്ലോ. എന്താണാവോ കന്നാസിനകത്ത്? സാറിനറിയില്ലേ, അന്ന് DSP സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, പറഞ്ഞു. വാറ്റുകാരല്ലേ? അതെ. എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടാണ് സാർ? പറയാം, വണ്ടി എടുക്ക്. സ്ഥലം പറഞ്ഞാൽ കൊള്ളായിരുന്നു. എടാ വണ്ടി. വിരോധമില്ലെങ്കിൽ സാറൊന്ന് ഇറങ്ങി വന്നാ കൊള്ളാം. അല്ല, ഇതൊക്കെ നമുക്ക് എക്സൈസുകാരെ വിളിച്ചേൽപ്പിക്കാം. എന്താ? അല്ല, കുഴപ്പമൊന്നുമില്ല. തന്റെ ഭൂലോക മുതലാളി വന്ന് ജാമ്യത്തിലെടുത്തോളൂ. എനിക്ക് ഈ ചാരായം മാറ്റുന്ന സ്ഥലം വരെ ഒന്ന് പോകണം. കൂടെ വരണമെന്നില്ല, സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സൈസുകാർ വരുന്നവരെ സ്റ്റേഷനിൽ ഇരുന്നോളൂ. ആ, ഇദ്ദേഹത്തെ അകത്തിരുത്തിക്കോളൂ. എന്നിട്ട് എക്സൈസ് ഓഫീസിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കും. സാറത് കേസാക്കാൻ പോവുകയാണോ? ആ, എന്താ കുഴപ്പമാവൂ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ടാവും സാർ. മുതലാളി പ്രശ്നം ഉണ്ടാക്കും സാർ. കുഴപ്പമുണ്ടാക്കണോ? നമുക്ക് കാണാം. ആ കുപ്പി നിറഞ്ഞു. സാറെന്താ ഇവിടെ? എനിക്ക് വന്നൂടെ? പോലീസുകാരും ഇവിടെ വരാറില്ല. മാസാമാസം മുതലാളി സ്റ്റേഷനിൽ കാശെത്തിക്കുകയാണ് പതിവ്. എനിക്ക് കാശല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഈ ചാരായമാണ്. ആ, എല്ലാവരും പാത്രങ്ങളൊക്കെ എടുത്ത് തലയിൽ വയ്ക്ക്. സാറേ, ഇതൊക്കെ മുതലാളിയുടെ വകയാ. മുതലാളിയോ? എല്ലാവരും ജീവിക്കട്ടെ. ആ, ഈ നാട് നന്നാക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി ഇത് വെക്കണല്ലോ. ആ, നടക്കണം അങ്ങോട്ട്. ആ, ആരാ? ഞാനാണ് സാർ, ബാലൻ.
മോശമല്ലല്ലേ? ഏതായാലും നിങ്ങളെ ഇക്കാര്യത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് തല്ലാനും പിടിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തി തന്നത് നിങ്ങളാ. ആ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ ആ റാസ്കൽ അനന്തൻ നായരോട് പോയി പറഞ്ഞേക്ക്, എന്നെ തല്ലാൻ ഇത്ര ആള് പോരെന്ന്. പോയാ പട്ടികളെ. ഓടോ. എന്തോന്നാ സാറേ ഇത്? ഞാനും നിങ്ങളെ പോലെ ഒരു ചെറുപ്പക്കാരനല്ലേ. എന്നാലും സാറ് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ നിങ്ങൾ എന്നെയും കൂടെ സഹകരിപ്പിക്കണം. വിവരങ്ങളൊക്കെ അറിഞ്ഞു. അനന്തൻ നായരുമായി ഇടയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നിങ്ങളെപ്പോലെയുള്ള ഉശിരുള്ള ചെറുപ്പക്കാർ എന്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാ? അനന്തൻ നായരല്ല, രാവണൻ നായർ വന്നാലും നമുക്ക് നോക്കാം. ആ പണി നടക്കട്ടെ. ഇതെവിടെ കൊണ്ടുപോകുന്നു? ഞങ്ങൾ കർഷക സഹകരണ സംഘം ഉണ്ടാക്കി. സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ചരക്കൊക്കെ ഇല്ലത്താണ് സംഭരിക്കുന്നത്. നിന്നെ പോലുള്ള പല അരപ്പാളികൾക്കും കൃഷി നടത്താനും വളം വാങ്ങാനും ഒക്കെ കാശ് തന്നാരാണെന്ന് മറന്നിട്ടില്ലല്ലോ. ആ കാശ് പലിശയോടെ തിരിച്ചു. പക്ഷേ നഷ്ടത്തിന് ചരക്ക് തരാൻ നിവർത്തി. ഓഹോ, എന്നു മുതലാണ് നിനക്കൊക്കെ ഈ ധൈര്യം ഉണ്ടായത്? മുതലാളി, ആ ജീപ്പ് ഒന്ന് മാറ്റിയാ കൊള്ളാം. ഈ കാളവണ്ടികൾ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പോ എനിക്ക് ചരക്ക് തരാൻ നിവർത്തിയില്ല അല്ലേ? ഇല്ല. ഇറങ്ങടാ. അയ്യോ, അനന്തൻ നായരോട് ഈ നാട് ഭരിച്ചോളാനൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അയാൾ വലിയ പണക്കാരനായിരിക്കാം. ഞാൻ പഠിച്ചിട്ടുള്ള നിയമപുസ്തകത്തിന്റെ താളുകളിലൊന്നും ഈ കള്ളർ ആസ്കൽ അനന്തൻ നായർക്ക് യാതൊരു പരിഗണനയും കൊടുത്തായി കണ്ടിട്ടില്ല. സ്റ്റേഷൻ ചെന്നൊരു പരാതി എഴുതി കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. ഒരു തുറന്ന യുദ്ധത്തിന് സമയമായെന്ന് തോന്നുന്നു. ഞാൻ വരട്ടെ. മിസ്റ്റർ അനന്തൻ നായർ. പൂജാമുറിയിലാണ്. പൂജിച്ചത് മതിയെന്ന് പറയൂ. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിച്ചാൽ മാത്രം മതി. വിളിക്കേ. ഹലോ ഇൻസ്പെക്ടർ. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്ന ആളുകൾ പറഞ്ഞില്ലേ, മിസ്റ്റർ അനന്തൻ നായർക്ക് തരാൻ ഓരോരുത്തരുടെയും കയ്യിൽ ഞാൻ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊടുത്തയച്ചിരുന്നല്ലോ. കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയൊരു സമ്മാനം താങ്കൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമയമുണ്ടല്ലോ. അധികമില്ല. ഇൻസ്പെക്ടർ, ചെറുപ്പത്തിന്റെ ആവേശം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങൾ ചെറുപ്പമല്ലല്ലോ. ജന്മനായുള്ള അഹന്തയും മുരടിച്ച് തുരുമ്പിടത്തൊരു മനസ്സുള്ള നിങ്ങൾക്ക് ചെറുപ്പത്തെക്കുറിച്ചോ വലിപ്പത്തെപ്പറ്റിയോ ഒരു ചുക്കും അറിയില്ല. പാവങ്ങളുടെ തലയിൽ കയറിയെന്ന് ഇത്രയും കാലം നിങ്ങൾ സവാരി നടത്തി.
മറ്റുള്ളവനെ തല്ലുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം, അനുഭവിപ്പിച്ചു തരാം. ഐ നോ യു ആർ എ ഡെവിൾ ബട്ട് ഡോണ്ട് ലാഫ് ലൈക്ക് എ ബിച്ച്. കം വിത്ത് മീ. ഇൻസ്പെക്ടർ, അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്? വരുന്നു അതോ ഞാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം? മനസ്സിലായില്ലേ? ശ്രീമാൻ അനന്തൻ നായരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ഓ, എന്നാ നേരത്തെ പറയണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അനാവശ്യമായിട്ട് സാറ് വെറുതെ ബുദ്ധിമുട്ടി. ഒരു മിനിറ്റ്. ക്ഷമിക്കണം, വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ശേഷി സാറിന് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം സംഘടിപ്പിച്ചു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സമ്മാനം. പ്രശ്നമില്ല, നേരെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ചെന്ന് കണ്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തോളൂ. എന്നിട്ട് കോടതി അനുവദിച്ചാൽ ഒട്ടും വൈകാതെ നേരെ ഇങ്ങോട്ട് പോന്നോളൂ. എന്നിട്ട് അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ കാത്തിരിക്കാം.